ബി.ജെ.പി. അവകാശവാദങ്ങൾ വെറുതെ ഉന്നയിക്കുന്നതല്ല കേരളത്തിലെന്ന് വ്യക്തമാക്കുന്ന സൂചനകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളുമാണ് നടത്തിയിരിക്കുന്നത്. അത് വളരെ നിർണായകമാണ് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും. കാരണം ബി.ജെ.പി. അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാക്കുന്നത് 30 സീറ്റുകളിലെ വിജയം. എന്നാൽ 15 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിട്ടാണ് ബി.ജെ.പി. മുന്നോട്ട് ഫൈറ്റിനിറങ്ങുന്നതും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 15 സീറ്റുകൾ അവർക്ക് കിട്ടുന്നതില്ല, അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അതിശയമില്ല എന്നുള്ള മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളും 15 കൃത്യമായി ഉണ്ട് താനും. അതായത് ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ജി നേമത്ത് നിന്ന് ജയിക്കുകയാണ്. അവിടെ ഇടതുമുന്നണിക്ക് നല്ല വേരോട്ടമുണ്ട്. വി ശിവൻകുട്ടി മിടുക്കനായ മന്ത്രിയാണ്. എല്ലാ സർവേകളിലും ഏറ്റവും അധികം വോട്ട് നേടിയതും വളരെ എഫിഷ്യന്റായ മന്ത്രി എന്ന് പേരെടുത്തതും വി ശിവൻകുട്ടിയാണ്. മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മുൻപന്തിയിൽ നിന്നു. സംസ്ഥാനം ഒട്ടാകെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുതിച്ച ചാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വി ശിവൻകുട്ടിക്ക് സ്വാഭാവികമായും ജനങ്ങൾ വോട്ട് ചെയ്യണമല്ലോ. അതേ അവസരം മുമ്പ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ബി.ജെ.പി. പിടിച്ചു എന്നിങ്ങനെയുള്ള പശ്ചാത്തലങ്ങളും നിലനിൽക്കുന്നുണ്ട് ബി.ജെ.പിക്ക് അനുകൂലമായി. കോൺഗ്രസിലാണെങ്കിൽ തീരെ ബലം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അപ്പോ ആര് ജയിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതിശയം ഉണ്ടാകുമോ ഇല്ലയോ? ഒരു അതിശയവും ഉണ്ടാകില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുറേയധികം വാർഡുകൾ നേമത്തുണ്ട്. അതുപോലെ തന്നെ നേമത്ത് ബി.ജെ.പിക്ക് വേരോട്ടമുള്ള സ്ഥലമാണ്. രാജീവ് ചന്ദ്രശേഖർ വളരെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കും. ഓക്കെ, അതുപോലെ ഉള്ള മണ്ഡലങ്ങളും ആളുകളെയുമാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ മുൻ IPS ഉദ്യോഗസ്ഥയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ്. അത്യാവശ്യം ജനസമ്മതിയുള്ള സ്റ്റാർ വാല്യൂ ഉള്ള നേതാവാണ് ആർ ശ്രീലേഖ. കാട്ടാക്കടയിലും കഴക്കൂട്ടത്തും വി മുരളീധരനും അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസും ബാറ്റൻ എന്തി ഓടുന്നുണ്ടെങ്കിലും അവർ വോട്ട് വിഹിതം കൂട്ടും. ജയസാധ്യത കുറവാണ്, പക്ഷെ ജയിച്ചാലും അതിശയമില്ല. ഈ 4 പേര് തിരുവനന്തപുരത്ത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത കൊല്ലത്തേക്ക് വരുമ്പോൾ ബി ഗോപകുമാർ കൊല്ലം മണ്ഡലത്തിൽ ചിരപരിചിതനാണ്. ചാത്തന്നൂർ മണ്ഡലത്തിൽ ചിരപരിചിതനാണ്. മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. ബി.ജെ.പി. ഇതര കക്ഷികളുമായും പ്രത്യേകിച്ച് SNDP യൂണിയനുമായും അടുത്ത ബന്ധമുള്ള ഗോപകുമാർ ജയിച്ചാൽ വലിയ അതിശയമൊന്നുമില്ല. അദ്ദേഹത്തിന് ജയിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഞാനും നിങ്ങളും ധരിക്കും. മറ്റൊന്ന് കൊട്ടാരക്കരയിൽ ആർ രശ്മി. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് കൂടുമാറിയ നേതാവാണ്. ജനസമ്മതിയുള്ള നേതാവാണ്. മുമ്പ് അവിടെ പല തലങ്ങളിലും ഇടതുമുന്നണിയെ വരെ അട്ടിമറിച്ച് പഞ്ചായത്ത് തലത്തിലൊക്കെ വിജയം വരിച്ചിട്ടുള്ള നേതാവാണ് രശ്മി. അപ്പൊ രശ്മി കൊട്ടാരക്കരയിൽ ജയിച്ചാലും അതിശയം ഇല്ല. ആയിഷ പോറ്റിയെയും KN ബാലഗോപാലിനെയും അട്ടിമറിച്ചുകൊണ്ട് രശ്മിക്ക് വേണമെങ്കിലും അവിടെ ജയിക്കാം. കാരണം എന്താണ്? കോൺഗ്രസിന്റെ വോട്ടുകൾ ഒന്നടങ്കം ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ബി.ജെ.പിയുടെ നിലവിലുള്ള വോട്ടുകളും ചേർത്ത് വച്ചിട്ട് കൊട്ടാരക്കരയിൽ രശ്മി ജയിച്ചു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാലും നമ്മൾ അതിശയിക്കുകയില്ല. അടുത്ത ഹരിപ്പാട് സന്ദീപ് വാചസ്പതിക്കും ജനസമ്മതി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പക്ഷേയെങ്കിലും വോട്ട് വിഹിതം ഉറപ്പായിട്ടും സന്ദീപ് കൂട്ടും. അതുപോലെ ഒരു പക്ഷേ ജയിച്ചാലും അതിശയപ്പെടാനില്ല. അതുപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജ്. പൂഞ്ഞാറിൽ പലതവണ MLA ആയിരുന്ന വ്യക്തിയാണ് PC ജോർജ്. പൂഞ്ഞാറിന്റെ സിംഹമാണ്. അപ്പൊ പൂഞ്ഞാർ പുലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആളാണ്. പൂഞ്ഞാറിൽ PC ജോർജ് ഒരു പക്ഷേയെങ്കിൽ ജയിച്ചാൽ നമ്മൾ അതിശയപ്പെടില്ല. കാരണം മുൻ MLA ആയിരുന്നു അദ്ദേഹം. ബി.ജെ.പിയുടെ വോട്ടും അദ്ദേഹത്തിന്റെ ജനസമ്മതിയൊക്കെ കരുതി അദ്ദേഹത്തിന് വോട്ടായി മാറി എന്ന് പറയാം. പക്ഷെ പാലായിൽ ഷോൺ ജോർജ് ഒന്നും ക്ലച്ച് പിടിക്കുകയില്ല എന്ന് വാസ്തവം. ഷോൺ ജോർജിനൊക്കെ എഴുതി തള്ളാം. ഒരു പക്ഷേ വോട്ട് വിഹിതം കൂട്ടിയാൽ കൂട്ടി. ഷോണിന്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. PC ജോർജിന്റെ പേര് ഓർത്തു വയ്ക്കുക. ദേവികുളത്ത് S രാജേന്ദ്രൻ. CPM വിട്ട് ബി.ജെ.പിയിൽ വന്ന ആളാണ്. CPM-ന് സർക്കാർ വിരുദ്ധ വോട്ടുകൾ, CPM വിരുദ്ധ വോട്ടുകൾ, പിന്നെ CPM-ന്റെ വിമത വോട്ടുകൾ, രാജേന്ദ്രന് ദേവികുളത്തുള്ള ജനസമ്മതി എല്ലാം, പിന്നെ ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ടുകൾ എല്ലാം കൂടി കണക്കാക്കി വേണമെങ്കിൽ S രാജേന്ദ്രനും ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ അതിശയപ്പെടുകയില്ല. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, അതുപോലെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. പത്മജ വേണുഗോപാലിന് പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. തൃശ്ശൂരിൽ MP സ്വന്തമായുണ്ട്. പത്മജ വേണുഗോപാൽ K കരുണാകരന്റെ മകളാണ്. അതുപോലെ തന്നെ ലീഡറോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ വോട്ടായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പത്മജ വേണുഗോപാൽ ജയിച്ചാലും അതിശയമില്ല.
അതുപോലെ തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, മലമ്പുഴയിൽ സി കൃഷ്ണകുമാർ, രണ്ടുപേരും BJPയുടെ സ്റ്റാർ ഫൈറ്റർമാരാണ്. പാലക്കാട് മണ്ഡലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. പാലക്കാട് അതുപോലെ തന്നെ മലമ്പുഴയൊക്കെ BJPക്കും അത്യാവശ്യം വേരോട്ടമുള്ള മണ്ണാണ്. ഇവർ രണ്ടുപേരും ജയിച്ചു വന്നാൽ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും ആയതുകൊണ്ട് ജയിച്ചു വന്നാൽ ആരും സംശയിക്കുകയില്ല. അതുപോലെ കുന്നമംഗലത്ത് വി കെ സജീവൻ എത്രയോ കാലമായിട്ട് മത്സരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ മുഖങ്ങളിൽ ഒന്നാണ്. സംസ്ഥാനത്ത് തന്നെ വി കെ സജീവൻ നല്ല വാല്യൂ ഉള്ള BJP കാൻഡിഡേറ്റ് ആണ്. അപ്പൊ വി കെ സജീവൻ ഒരുപക്ഷെ ജയിച്ചാലും നമ്മൾ അതിശയപ്പെടുകയില്ല. അടുത്ത മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ തോറ്റ 781 വോട്ടിനും പിന്നെ വളരെ ചെറിയ വോട്ടുകൾക്കാണ് കെ സുരേന്ദ്രന്റെ പരാജയം മഞ്ചേശ്വരത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കെ സുരേന്ദ്രന് ഒരു സഹതാപ തരംഗം. കെ സുരേന്ദ്രൻ ഇത്രയും കാലം നിന്നില്ലേ, ഈ കുറി വോട്ട് സുരേന്ദ്രനാകാം, ആയിക്കൂടെ, അല്ലെ ഇക്കുറി വോട്ട് ഓ രാജഗോപാലിന് ആയിക്കൂടെ എന്നൊക്കെയായിരുന്നു രാജഗോപാൽ ജയിക്കുമ്പോൾ നേമത്തുണ്ടായ പ്രചരണങ്ങൾ. അതുപോലെ മഞ്ചേശ്വരത്ത് ഒരുപക്ഷെങ്കിൽ കാറ്റ് സുരേന്ദ്രന് അനുകൂലമായിക്കൂടാ എന്നില്ല. പിന്നീട് CPIയിൽ നിന്ന് മാറി വന്ന CC മുകുന്ദൻ മത്സരിക്കുന്ന മണ്ഡലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ CC മുകുന്ദൻ മത്സരിക്കുകയാണ്. CC മുകുന്ദന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. ഈ 15 ഞാൻ പറഞ്ഞ 15 പേരിൽ 10 പേരെങ്കിലും വളരെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് സഞ്ജീവ് വാചസ്പതി ഒഴികെയുള്ള മറ്റെല്ലാ നേതാക്കളും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും. സഞ്ജീവ് വാചസ്പതിയും പത്മജ വേണുഗോപാലിനെയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും നല്ല മാർജിനിൽ ജയിച്ചു വന്നാൽ നമ്മൾ അധികം സംശയിക്കുകയില്ല. ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളാണ്. പത്മജ വേണുഗോപാൽ ജയിച്ചാലും സംശയിക്കുകയില്ല. അതുകൊണ്ട് ഈ സംശയിക്കില്ല എന്ന വാക്ക് മുൻനിർത്തി പറയുകയാണ്. ഇടതുമുന്നണിയുടെ ബൂത്ത് തല ഏജന്റുമാർ, ബൂത്തിനകത്തൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഈ ഇലക്ഷൻ EVM ഉണ്ടല്ലോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഈ മെഷീൻ തിരിച്ചും മറിച്ചും ഒക്കെ പരിശോധിച്ച് 5-50 തവണയെങ്കിലും പരിശോധിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ തുടങ്ങാൻ, അല്ലെങ്കിൽ അവസരം കൊടുക്കാൻ. വോട്ട് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ജയിച്ചു വന്നിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എന്തോ അപാകത ഉണ്ടായിരുന്നു, ഇതൊക്കെ കൃത്രിമത്വം നടത്തിയതാണ്, ഇത് ഹാക്ക് ചെയ്തതാണ് എന്നൊന്നും പറയാനുള്ള അവസരം പിന്നീട് കൊടുക്കരുത്. ഇപ്പോൾ തന്നെ കൃത്യമായ പരിശോധന നടത്തണം. അതായത് ഇലക്ഷന് മുമ്പ് തന്നെ EVM മെഷീനുകൾ കൃത്യമായി പരിശോധിക്കുക. ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. BJPക്കാരുടെ പിന്തുണയില്ലാതെ, അതായത് BJP MLA-മാരുടെ പിന്തുണയില്ലാതെ ആർക്കും ഭരിക്കാൻ കഴിയുകയില്ല എന്നൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകും. അതിനുള്ള എല്ലാ സാധ്യതകളെയും ഉണ്ട്. ഈ നേതാക്കളും ഈ മണ്ഡലങ്ങളും നിങ്ങൾ പരിശോധിക്കുക, ഓർത്തുവയ്ക്കുക. അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും പ്രിയപ്പെട്ട ഇടതുമുന്നണി പ്രവർത്തകരെ. വലതുമുന്നണിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം അവര് BJPക്ക് കുഴലൂതുകയും വഴിവെട്ടുകയും നന്നായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ ഇക്കാര്യത്തിലൊന്നും ഒച്ചയുണ്ടാക്കില്ല. ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടതുമുന്നണി പ്രവർത്തകർ കാര്യക്ഷമതയോടുകൂടി തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ